അളിയോ, തന്നോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ കാത്തിരുന്നത് താങ്കളുടെ തിരുമോന്ത കാണാനോ അല്ലെങ്കിൽ താങ്കളുടെ കുടുംബാംഗങ്ങളുടെ പത്രസമ്മേളനം കാണാനോ അല്ല. 72 ദിവസത്തോളം ശിരോലി പുഴയുടെ അടിത്തട്ടിൽ തന്നെ ഉണ്ടെന്ന് കരുതിയ അർജുൻ എന്ന യുവാവിൻ്റെ ജീവനോടെയുള്ള തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ മുഴുവനും അതിനു വേണ്ടിയായിരുന്നു. സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളും കണ്ണീർ വാർത്തതും അതിനു വേണ്ടിയായിരുന്നു. ആ ശ്രമങ്ങളൊക്കെ, ആ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിക്കൊണ്ട് അർജുൻ എന്ന യുവാവിൻ്റെ മൃതദേഹം ശിരോലി പുഴയുടെ അടിത്തട്ടിലുണ്ടായിരുന്ന ലോറിയിൽ നിന്നും കണ്ടെത്തി വീട്ടിലെത്തിച്ചു. മറ്റു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, അതോടുകൂടി തീർന്നു. ഇനി നിങ്ങളോട് പറയാനുള്ളതും, ദയവ് ചെയ്ത് ആ പ്രാർത്ഥിച്ച നാവ് കൊണ്ട് തെറി വിളിപ്പിക്കല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നലെ 2 പത്രസമ്മേളനം നടത്തി. എന്തിനു വേണ്ടിയായിരുന്നു? ജനങ്ങൾ നിങ്ങൾക്ക് തന്ന ആ സിമ്പതി ഇല്ലാതാക്കാനല്ലാതെ വേറെ എന്തിനെങ്കിലും അത് ഉപകരിച്ചോ? നിങ്ങൾ അതിൽ കാര്യമായ പരാതി പറഞ്ഞു. മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി. അയാൾക്കെന്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ? സാധാരണ ആർക്കും യൂട്യൂബ് തുടങ്ങാം, നിങ്ങൾക്കും തുടങ്ങാം. അതിന് വലിയ പണച്ചെലവോ ഒന്നുമില്ല. ഒരു ഇമെയിൽ ID മാത്രം ഉണ്ടായാൽ ആർക്കും തുടങ്ങാം. 2 വയസ്സായ കുട്ടികൾക്ക് മുതൽ തുടങ്ങാം. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് 18 വയസ്സ് കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നാളെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ. ആർക്കും ഒരു എതിർപ്പുണ്ടാവില്ല. ആ യൂട്യൂബ് ചാനൽ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അത് ലോറിക്കാരെ കുറിച്ചുള്ള ചർച്ച ചെയ്യാനും ലോറിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, മുതലാളിമാർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അതിലെ എബോട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് പോലെ ശരിയാണ്. അർജുനൻ മിസ്സായതിന് ശേഷമാണ് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഏകദേശം 36 ദിവസമൊക്കെ കഴിഞ്ഞതിന് ഒരു 10-35 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിൽ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തതും അർജുനെ കുറിച്ച് തന്നെയാണ്. അർജുനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ പൈസ ഉണ്ടാക്കണം, ആ യൂട്യൂബ് വെച്ച് പൈസ ഉണ്ടാക്കണം എന്ന രീതിയിലുള്ള ഒരു ഇതൊന്നും അല്ല അതിൽ കാണുന്നത്. അദ്ദേഹം ഒരു ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ ആണ് അതിനെ കണ്ടത് എന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ വീഡിയോയിൽ തന്നെ കാണുന്നത് 33 ദിവസങ്ങളായി എല്ലാവരും പോയി, ഇനിയിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ള രീതിയിൽ, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതാക്കാനും ഇനിയിപ്പോൾ ഞാനത് എന്തായാലും അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ രീതിയിലാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് അറിയിക്കുക, ജനങ്ങളെ മാധ്യമ ശ്രദ്ധയൊക്കെ വരുമ്പം പുറത്തെത്തിക്കാനുള്ള ഒരു ഇത് തന്നെ ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള വീഡിയോകളാണ് അതിൽ ചെയ്തത്. അതിലൊന്നും ഒരു പൈസ സമ്പാദിക്കണം എന്ന നിലയിലോ അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ഒരു കമ്പനിയിലൊന്നും വെച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അല്ല, അതിൽ ലൈവ് വന്നതും ഒക്കെ ഇത് തന്നെയായിരുന്നു. അർജുനന് വേണ്ടിയിട്ട്, അർജുനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിൻ്റെയൊക്കെ ഇത് തന്നെയാണ്. കുടുംബക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതിലും കുടുംബക്കാർ ചെയ്യുന്നതിലും അപ്പുറം അദ്ദേഹം അർജുനന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഉണ്ട് എന്ന് ആ വീഡിയോ കാണുന്നവർക്ക് മുഴുവനും മനസ്സിലാവും. അദ്ദേഹം യൂട്യൂബ് ചാനലോ ഇനിയിപ്പോൾ യൂട്യൂബ് തന്നെ അയാൾ വിലക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതിനൊക്കെ എന്താണ്? അതൊക്കെയാണ് ഒരു പത്രസമ്മേളനം നടത്തി പറയാൻ മാത്രമുള്ള പരാതി. പിന്നെ അതുപോലെ അദ്ദേഹം പൈസ വാങ്ങുന്നു, അർജുൻ്റെ പേരിൽ പിരിക്കുന്നു. അത് അങ്ങനെ പിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അത് അദ്ദേഹത്തെ ഉപദേശിക്കുക. എന്നിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മാധ്യമത്തിൻ്റെ മുമ്പിൽ പത്രസമ്മേളനം നടത്തിയല്ല പറയേണ്ടത്. ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. അവിടെ പരാതി കൊടുക്കുക, അവരത് ചെയ്തോളും. പിന്നെ നിങ്ങൾക്കുണ്ടായ പരാതി, കുഞ്ഞിക്ക് 2000 രൂപ കൊടുത്തു, കുഞ്ഞിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. അങ്ങനെ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിയല്ലാതെ ഒരു കുട്ടിയെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട കാര്യം അദ്ദേഹത്തിന് എന്താണ്? പിന്നെ 2000 രൂപ കൊടുത്തത്, അത് സാധാരണ ഒരു പ്രായമുള്ളവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നത് പണ്ടേ ഒരു പതിവുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അന്ന് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്യാമറക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് അത് പറയാമായിരുന്നു. ഇനിമേലിൽ അദ്ദേഹം ആർക്കും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നുള്ള ഒരു താക്കീത് പോലെ അത് വരുമായിരുന്നു. സംഭവം അതൊന്നുമല്ല. അവിടെ ഒരു പുരോഹിതൻ വന്നു, അത് സംഖ്യയായ അളിയന് ഇഷ്ടപ്പെട്ടില്ല. അത് ഇനിയും അതുപോലെയുള്ള ആൾക്കാർ ആരെങ്കിലും വന്നെങ്കിലോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയായിരിക്കാം. അതൊക്കെ മുൻകരുതൽ നല്ലത് തന്നെ. അതും പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യമായിരുന്നോ എന്ന് പോലും ആലോചിക്കേണ്ടതാണ്. പിന്നെ സംഖ്യ അളിയ 72 ദിവസം താൻ അവിടെ പോയി കിടന്നില്ല, അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ മനാഫിനോട് പറയാനുള്ളത്, മനാഫേ, അർജുൻ എന്ന യുവാവ് നിങ്ങളുടെ ഡ്രൈവറായിരുന്നു, ശരിയായിരുന്നു. അത് അദ്ദേഹം മരിച്ചു,
അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്തു, അതോടുകൂടി തീർന്നു. അല്ലാതെ നിങ്ങൾ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട കാര്യം, അവരെ ഒരു അമ്മയായി കാണേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ പോകാം വരാം ഇതാക്കാം. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഇതൊന്നും ആർക്കും അത്രയും ദഹിക്കുന്ന കാര്യമൊന്നുമല്ല. അത് പിന്നെ മനസാക്ഷി ഉള്ളവരടുത്താണെങ്കിൽ താങ്കൾ ആ ചെയ്യുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം. പിന്നെ ആ ഈശ്വർ മാൽപ്പയൊക്കെ നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. അദ്ദേഹമൊക്കെ തെറ്റ് ചെയ്തിട്ടാ? അദ്ദേഹം എവിടുന്നോ വന്നു, പട്ടാളക്കാർ പോലും മുങ്ങാൻ പറ്റാത്തിടത്ത് അയാൾ വന്ന് മുങ്ങി നോക്കി, അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഉറപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യം ചെയ്തു. ഇപ്പോൾ അദ്ദേഹവും ഇയാളും കൂടി എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നത് അതല്ല ഒരു പറയുന്ന കാര്യം ജനങ്ങളത് അംഗീകരിക്കുമോ എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ ആലോചിക്കണ്ടേ. അപ്പം മനാഫേ, ഇനിയുള്ള കാലമെങ്കിലും ഡ്രൈവറായിട്ട് കാണാം, മകനായിട്ടോ സഹോദരനായിട്ടോ കാണാൻ നിൽക്കരുത്. നിങ്ങളിപ്പം പുതിയ ലോറി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പേരിടുന്നത് അർജുൻ്റെ പേരിലും ഉത്തമം അളിയൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നായിരിക്കും. 4000 സബ്സ്ക്രൈബ് പോലും ഇല്ലാതിരുന്ന നിങ്ങളുടെ ചാനലിനെ ഒരു വലിയ നിലയിലേക്ക് 1,00,000 മേലെ സബ്സ്ക്രൈബറിനെ തന്ന അളിയനെ, കുറച്ച് സംഗീതം മനസ്സിലുണ്ടെങ്കിലും ആളത്രക്കാരൻ കുഴപ്പക്കാരനൊന്നുമല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേരിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അളിയനാണ് ഈ ലോറിയുടെ ഐശ്വര്യം എന്ന് പേരിടുക. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഇനി നിങ്ങൾക്കുള്ള ഒരു ജയിത്ത യാത്രയായിരിക്കും. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ബാക്കിയുള്ള മലയാളികളോടാണ്, മലയാളികളല്ലാത്തവരോടും കൂടിയാണ്. ആര് തന്നെയായാലും, ഡ്രൈവറാണെങ്കിൽ ഡ്രൈവറെ, ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരനെ, അവന് കൊടുക്കാനുള്ളത് കൊടുക്കുക, അതോടുകൂടി തീർന്നു. ജോലി ചെയ്യുക, അതിന് കൂലി കൊടുക്കുക. അതല്ലാതെ വേറെ എന്തേലും ഈ മനാഫിനെ പോലെ 72 ദിവസം വെള്ളം കുടിക്കാതെ നാട്ടുകാരുടെ ചീത്ത കേട്ട് പോലീസുകാരുടെ തല്ലുകൊണ്ട് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരെയൊക്കെ വെറുപ്പ് സമ്പാദിച്ച് അവിടെയൊക്കെ ഇങ്ങനെ കുത്തി തിരിഞ്ഞ് നടന്ന് വീടുമില്ല, ഉറക്കമില്ല, ഊണുമില്ലാതെയൊക്കെ നടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവരെ വഴിക്കങ്ങ് പോയിക്കോളും. ഇല്ലേൽ അവസാനം കിട്ടുന്നത് ഇതുപോലുള്ള ചെറ്റത്തരമായിരിക്കും. അതുകൊണ്ട് മുതലാളിമാരാകുന്നവരും ഇനിയുള്ള കാലം ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ.